നമ്മുടെ ടാൻജൻസ് അല്ലെങ്കിൽ തൊടുവരകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടും നമുക്ക് വരയ്ക്കാനുള്ള ചോദ്യങ്ങൾ എന്തായാലും എക്സാമിന് വരും. അപ്പോൾ വരയ്ക്കാനുള്ള ചോദ്യങ്ങൾ എത്ര നന്നായിട്ട് നിങ്ങൾ പഠിക്കുന്നു അത്രയും നന്നായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഇക്വേഷൻസ് കാര്യങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. 30 മാർക്കോളം നമ്മുടെ ടാൻജൻസിൽ വരുന്നതാണ്. അതിലും നല്ലൊരു മെജോറിറ്റി വെയിറ്റേജിൽ നമ്മുടെ ടാൻജൻസിൽ നിന്നും വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ എൻ്റെ കുട്ടികൾ നല്ല അടിപൊളിയായിട്ട് വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാ നോക്കൂ, നമുക്ക് എപ്പോഴും ടാൻജൻറ്റ് വരയ്ക്കാനുള്ള ഒരു ചോദ്യം നമുക്ക് ചോദിക്കുന്നതാണ്. അതും തന്നെ അതിന് 4 മാർക്കോ 5 മാർക്കിനോ ഒക്കെ നമുക്ക് ചോദിച്ചു കാണാറുണ്ട്. അപ്പോൾ ഇതാ 4 മാർക്കിന് ടാൻജൻറ്റ് വരയ്ക്കാനുള്ള ഒരു ചോദ്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.5 സെന്റിമീറ്റേഴ്സ്. മാർക്ക് എ പോയിന്റ് 6.5 centimeters away from the center. Draw the tangents to the circle from this point. Measure and write the length of the tangents. എന്താണ് പറഞ്ഞിട്ടുള്ളത്? 2.5 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കുക. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 2.5 സെന്റിമീറ്ററിൽ ഒരു സർക്കിൾ വരയ്ക്കണം. അപ്പോൾ ദാ നമ്മളൊരു റഫ് ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ ദാ ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 2.5 സെന്റിമീറ്റർ. ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്? വൃത്തകേന്ദ്രത്തിൽ നിന്നും 6.5 സെന്റിമീറ്റർ അകലെയുള്ള ഒരു ബിന്ദു അടയാളപ്പെടുത്തുക. അപ്പൊ വൃത്തകേന്ദ്രം എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നിന്നും 6.5 സെന്റിമീറ്റർ അകലെയുള്ള ഒരു ബിന്ദു മാർക്ക് ചെയ്യണം. അപ്പൊ ദാ നമ്മൾ ഇവിടെ നിന്നും 6.5 സെന്റിമീറ്റർ അകലെ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ഇനി എന്താ പറയുന്നത്? ഈ ബിന്ദുവിൽ നിന്നും വൃത്തത്തിലേക്കുള്ള തൊടുവരകൾ വരയ്ക്കുക. തൊടുവരകളുടെ നീളം അളന്നെഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യണം? ദാ ഇവിടെ നിന്നും നമുക്ക് 2 ടാൻജൻസ് വരയ്ക്കണം. ഈ പിയിൽ നിന്നും ഒരു ടാൻജന്റ് ഇങ്ങോട്ടും വരയ്ക്കണം, അതേപോലെ തന്നെ ദാ ഇങ്ങോട്ടും വരയ്ക്കണം. അപ്പോൾ ഈ 2 ടാൻജൻസ് ആണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഈ 2 ടാൻജൻസ് വരച്ചതിന് ശേഷം അവരുടെ ലെങ്ത് എത്ര എന്നുള്ള കാര്യം നമുക്ക് മെഷർ ചെയ്യണം. അപ്പോൾ ഈ പോയിന്റ് നമുക്ക് എ ആക്കിയെടുക്കാം, ഈ പോയിന്റ് ബി ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ പി എ പി ബി എത്ര എന്നുള്ളത് എഴുതണം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ചിത്രം വരയ്ക്കാലോ. അപ്പൊ ഇതായിരിക്കണം നമ്മുടെ ചിത്രം, ഇത് നമുക്ക് വരയ്ക്കാം. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾ ആദ്യം ചെയ്യേണ്ടത് തന്നിട്ടുള്ള റേഡിയസിൽ, തന്നിട്ടുള്ള ആരത്തിൽ എന്ത് ചെയ്യണം? ഒരു സർക്കിൾ വരയ്ക്കണം. ഇവിടെ നമ്മളോട് പറഞ്ഞത് 2.5 സെന്റിമീറ്ററിൽ ഒരു സർക്കിൾ വരയ്ക്കാനാണ്. സോ നമ്മൾ 2.5 സെന്റിമീറ്ററിൽ ഒരു സർക്കിൾ വരയ്ക്കുന്നു. അതിന് നമുക്ക് എന്ത് വേണം? നമ്മുടെ സ്കെയിലും കോമ്പസും വേണം. 2.5 സെന്റിമീറ്റർ നമ്മൾ മെഷർ ചെയ്തെടുക്കുന്നു അല്ലെ? 2.5 സെന്റിമീറ്റർ മെഷർ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാ? ഒരു സർക്കിൾ വരച്ചു. ഓക്കെ, അപ്പൊ ദാ ഈ പോയിന്റ് നമ്മുടെ സർക്കിളിന്റെ സെന്റർ ആണ് O എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ സർക്കിളിന്റെ സെന്റർ ആയിട്ടുള്ള ഓയിൽ നിന്നും 6.5 സെന്റിമീറ്റർ അകലത്തിൽ ഒരു ബിന്ദു മാർക്ക് ചെയ്യണം അല്ലെ? അപ്പൊ 6.5 സെന്റിമീറ്ററിൽ നമുക്കൊരു ബിന്ദു മാർക്ക് ചെയ്യണം. അപ്പൊ അതാ സർക്കിളിന്റെ സെന്ററിൽ നമ്മുടെ സ്കെയിൽ കൊണ്ടുപോയി വെച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? ദാ 6.5 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു. ദാ 6.5 സെന്റിമീറ്റർ ഈ പോയിന്റ് ആണ് പി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ പിയിൽ നിന്നും 2 ടാൻജന്റ് വരയ്ക്കണം. മിസ് പെട്ടെന്ന് പോയിട്ട് ദാ ഈ പിയിൽ നിന്നും ദാ ഇങ്ങനെ ഒരു ലൈനും വരച്ചു കഴിഞ്ഞാൽ ശരിയാവോ? ദാ ടാൻജന്റ് വരച്ചു കഴിഞ്ഞു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഇങ്ങനെ വരയ്ക്കാൻ പാടില്ല. ഇത് പൊട്ടത്തെറ്റാണ്. ഇങ്ങനെയല്ല വരയ്ക്കുക. പി വരെ നമ്മൾ മാർക്ക് ചെയ്യുക. സർക്കിളിന്റെ സെന്ററിൽ നിന്നും തന്നിട്ടുള്ള അളവ് നമ്മൾ മാർക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണം എന്നറിയോ? ഈ ലെങ്ത്തില്ലേ, OP എന്ന് പറയുന്ന നീളമില്ലേ, ആ ഒരു വരയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. ലംബ സമഭാജി വരയ്ക്കണം. അതെങ്ങനെയാ വരയ്ക്കുക? കോമ്പസ് എടുത്തതിന് ശേഷം പകുതിയിലധികം നീളം എടുക്കുക. കോമ്പസ് എടുത്തിട്ട് ഓയിൽ കൊണ്ടുപോയി വെക്കുക. പകുതിയിലധികം ലെങ്ത് മെഷർ ചെയ്യുക. ദാ എന്ത് ചെയ്യണം? മുകളിലും താഴെയും ആർക്ക് വരയ്ക്കുന്നു. അതിനുശേഷം നമ്മുടെ കോമ്പസിനെ നേരെ തിരിച്ചു പിടിച്ച് പിയിൽ കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് ദാ ഇവിടെ ഒരു ആർക്ക് മാർക്ക് ചെയ്തു, ദാ ഇവിടെ ഒരു ആർക്ക് മാർക്ക് ചെയ്തു. ഇപ്പൊ കണ്ടോ, അവർ തമ്മിൽ കൂട്ടിമുട്ടിയില്ലേ? ഇനി നമുക്ക് അവരെ ജോയിൻ ചെയ്യണം. അപ്പൊ ജോയിൻ ചെയ്യുമ്പോ ദാ
ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടി അല്ലെ? പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഇനി നമ്മൾ ഇവിടെ നിന്നും ഈ പിയിലേക്കുള്ള ലെങ്ത് മെഷർ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ നിന്നും നമ്മുടെ ഓയിലേക്കുള്ള മെഷർ ചെയ്യുക, ഓയിലേക്കുള്ള ലെങ്ത്. അപ്പൊ ഈ ഓയിൽ നിന്നും ഈ പോയിന്റ് എം എന്ന് പറയുന്നതാണെങ്കിൽ ഒ എം എന്ന് പറയുന്ന നീളവും പി എം എന്ന് പറയുന്ന നീളവും സെയിം തന്നെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഒ എം മെഷർ ചെയ്യുക, അല്ലെങ്കിൽ പി എം മെഷർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ഒരു ലെങ്ത് റേഡിയസ് ആക്കി എടുത്തതിന് ശേഷം ഒരു സർക്കിൾ വരയ്ക്കുക. ഈ ലെങ്ത് റേഡിയസ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കുന്നു. ആ സർക്കിൾ എന്ത് ചെയ്യും? ഒയിലൂടെയും പിയിലൂടെയും പാസ് ചെയ്യുന്നുണ്ട് അല്ലെ? കാരണം നമ്മൾ എം സെന്റർ ആക്കി വെച്ച് ഒ എം റേഡിയസ് ആക്കിയിട്ടാണ് സർക്കിൾ വരച്ചത്. ഇനി എന്ത് ചെയ്യാം? നമ്മൾ ആദ്യം വരച്ച സർക്കിളും രണ്ടാമത് വരച്ച സർക്കിളും തമ്മിൽ 2 പോയിന്റിൽ കൂട്ടിമുട്ടിയിട്ടുണ്ട്. ഏത് പോയിന്റാ? ഇവിടെയും കൂട്ടിമുട്ടി, ഇവിടെയും കൂട്ടിമുട്ടി അല്ലെ? നമ്മൾ ആദ്യം വരച്ച സർക്കിളും രണ്ടാമത് വരച്ച സർക്കിളും 2 പോയിന്റിൽ കൂട്ടിമുട്ടിയിട്ടുണ്ട്. ആ പോയിന്റിലേക്കാണ് നമ്മൾ പിയിൽ നിന്നും ടാൻജന്റ് വരയ്ക്കേണ്ടത്. അപ്പൊ നമുക്ക് വരയ്ക്കാലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും ടാൻജന്റ് വരയ്ക്കാം. പിയിൽ നിന്നും വരച്ചു, പിയിൽ നിന്നും വരച്ചു. ഇനി പിയിൽ നിന്നും ഇങ്ങോട്ടും വരച്ചു. ഓക്കെ, അപ്പോൾ ഇത് എ എന്ന് പറയുന്ന പോയിന്റ്, ഇത് ബി എന്ന് പറയുന്ന പോയിന്റ്. പി എയും കിട്ടി, പി ബിയും കിട്ടി. ഇത് രണ്ടുമായിരിക്കും നമ്മുടെ ടാൻജന്റ്, നമ്മുടെ തൊടുവരകൾ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാ വരയ്ക്കുക എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ആദ്യം തന്നിട്ടുള്ള റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കുക. അതിനുശേഷം ആ സർക്കിളിന്റെ സെന്ററിൽ നിന്നും എത്ര സെന്റിമീറ്റർ അകലെയാണോ നമ്മുടെ പോയിന്റ് മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, ആ ഒരു ലെങ്ത് മെഷർ ചെയ്തിട്ട് അവിടെ പോയിന്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ സർക്കിളിന്റെ സെന്ററിൽ നിന്നും ആ പോയിന്റിലേക്കുള്ള ആ ഒരു നീളത്തിന്റെ, ആ ഒരു വരയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ലംബ സമഭാജി വരയ്ക്കുക. ലംബ സമഭാജി വരച്ചതിന് ശേഷം ആ ലംബ സമഭാജിയെ കേന്ദ്രമാക്കി എന്ത് ചെയ്യുക? ഒ പി എന്ന് പറയുന്നത് റേഡിയസ് ആക്കി ഒരു സർക്കിൾ വരയ്ക്കുക. അപ്പൊ നമ്മൾ ആദ്യം വരച്ച സർക്കിളും രണ്ടാമത് വരച്ച സർക്കിളും തമ്മിൽ 2 പോയിന്റിൽ കൂട്ടിമുട്ടും. അതിൽ ഒരു പോയിന്റിന് എ എന്നും രണ്ടാമത് വരച്ച പോയിന്റിന് ബി എന്നും കൊടുത്തു കഴിഞ്ഞാൽ പിയിൽ നിന്നും എയിലേക്കും പിയിൽ നിന്നും ബിയിലേക്കും 2 വരകൾ വരയ്ക്കുക. അതായിരിക്കും നമ്മുടെ ടാൻജൻസ് എന്ന് പറയുന്നത്. പി എ എന്ന് പറയുന്നത് പി ബിക്ക് ഈക്വൽ ആയിരിക്കും അല്ലെ? പി എ എന്ന് പറയുന്നത് പി ബിക്ക് ഈക്വൽ ആണ്. അപ്പൊ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം? ഈ ഒരു ചിത്രം വരച്ചതിന് ശേഷം ഇതില് ഒരു ചോദ്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൊടുവരകളുടെ നീളം അളന്നെഴുതുക. ടാൻജൻസിന്റെ ലെങ്ത് എത്രയാണ് എന്നുള്ളത് മെഷർ ചെയ്ത് എഴുതുക എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഈ ഒരു ചിത്രം വരയ്ക്കുക. അതിനുശേഷം ഈ പി എയും പി ബിയും എത്രയാണ് എന്നുള്ള കാര്യം സ്വന്തമായി കണ്ടെത്തിയിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഉറപ്പായിട്ടും വരച്ചു നോക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ചിത്രം വരയ്ക്കാൻ പഠിക്കാതെ ഒരിക്കലും നിങ്ങൾ എക്സാമിന് പോകരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക.